ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഗൈസ് നമ്മൾ എഫ് സി മൊബൈലിൽ എഫ് സി മൊബൈൽ അല്ല കളിക്കുന്നത്. എഫ് സി മൊബൈൽ കൊറിയൻ വെർഷൻ ആണ് ഗൈസ് നമ്മൾ കളിക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ് ഇത് കൊറിയൻ സെർവർ ഗെയിം ആണ്, തന്നെ കുറച്ച് പണിയാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഗൈസ് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കൊറിയൻ VPN ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് കളിക്കാൻ പോകുന്നത്. കൊറിയൻ വെർഷൻ നമ്മുടെ എഫ് സി മൊബൈലിനെക്കാളും ബെറ്റർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. നിങ്ങളെ പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക. ഓക്കെ ലെറ്റ്സ് ഗോ. ഗൈസ് ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് കാണിക്കുന്നത്. ഫുള്ള് കൊറിയൻ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ഗസ്റ്റ് അക്കൗണ്ട് തുടങ്ങാം. ഇപ്പോൾ കാണുന്നൊക്കെ ടിക്കറ്റ് പോകുക. എന്തായാലും എന്തെങ്കിലുമൊക്കെ പിടിച്ച് ഞെക്കിയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഗസ്റ്റ് അക്കൗണ്ട് എടുക്കാം. ഓക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാൻ പറയാൻ പറഞ്ഞു, ഈ ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് നെക്സോൺ ആണ്. ഓക്കെ നമ്മളിങ്ങനെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ബെല്ലിംഗം വന്നിട്ടുണ്ട്. ബെല്ലിംഗം എന്തൊക്കെയോ പറഞ്ഞ് പോയിട്ടുണ്ട് കൊറിയൻ ലാംഗ്വേജിൽ. നമുക്ക് അവർ പറയുന്ന പോലെ തന്നെ എന്തായാലും ചെയ്ത് നോക്കാം. ഓക്കെ ഇത് കിക്ക് ഓഫ് ആണ്. ഇത് നമ്മുടെ എഫ് സി മൊബൈലിലുണ്ട്, അതേ സെയിം സാധനം തന്നെയാണ്. ഓക്കെ ഫസ്റ്റ് തന്നെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു സെക്ഷനാണ്. ഓക്കെ എന്തായാലും പെട്ടെന്ന് നമുക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ വന്നിട്ടുണ്ട്. ഗൈസ് ഇത് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ട്രെയിനിങ് ആണ്. ഓക്കെ എന്തായാലും പെട്ടെന്ന് ഇത് തീർക്കാം. ഷൂട്ട് ചെയ്യടാ മോനെ. ഗൈസ് ഇതൊക്കെ നമ്മുടെ എഫ് സി മൊബൈലിലുള്ള സെയിം സംഭവങ്ങൾ തന്നെയാണ്. എന്തായാലും നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇതേതെ പ്ലെയർ എന്ന് മനസ്സിലാവുന്നില്ല, കാരണം കൊറിയൻ ലാംഗ്വേജിലാണ് നെയിം കൊടുത്തിട്ടുള്ള പ്ലെയറിൻ്റെ. ഓക്കെ നമ്മളങ്ങനെ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തത് എന്താണ് നോക്കാം. പിന്നെ ഗൈസ് ഇത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നോക്കി. ഇംഗ്ലീഷ് ആണെങ്കിൽ നൈസ് ആയിരിക്കും ഗൈസ്. ഇതെന്താ റിവാർഡായിട്ട് എക്സ്പിയും അതുപോലെ തന്നെ കോയിൻസും കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഒരു സ്കിൽ ട്രെയിനിങ് തന്നെയാണ്. ഓക്കെ പ്ലേ കൊടുക്കാം. പ്ലേ തന്നെയായിരിക്കും ഗൈസ്, അത് കൊറിയൻ ലാംഗ്വേജിൽ പ്ലേ ആയിരിക്കും. ഓക്കെ ലോഡിംഗ് ആണ് സ്ക്രീൻ. ഓക്കെ ഗൈസ് ഇത് പാസിംഗ് ഗെയിമാണ്. നമ്മുടെ എഫ് സി മൊബൈലുള്ള സെയിം സാധനം തന്നെയാണ്. ഇത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി എടുക്കാം. പാസ് കൊടുക്കടാ മോനെ വേഗോ. ത്രൂ ബോൾ ഇട്ട് എടുക്കാം. ഓക്കെ ഗൈസ് ചെസ്റ്റ് കൊണ്ടൊക്കെയാണ് ചെക്കൻ ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്തായാലും നൈസായിട്ടുണ്ട്. ഓക്കെ പിന്നെ നമുക്ക് എക്സ്പിയും അതുപോലെ തന്നെ കോയിൻസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അടുത്തത് എന്താണ്. ഗൈസ് 100 മുതൽ 114 വരെയുള്ള പ്ലെയറിനെ കിട്ടുമോ? എന്താ സംഭവം ഗൈസ്? വാക്കൗട്ട് ഒന്നും ഇല്ല. എന്തായാലും കുറച്ച് പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നല്ല പ്ലേയേഴ്സിന് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെറിയ കാർഡ്സ് ആണ് ഇതിലെ. എന്തായാലും വലിയ കാർഡ്സ് നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. ഓക്കെ നൈസ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഫിഫ മൊബൈലിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതിലും ഉള്ളത്. പിന്നെ ഗൈസ് നമ്മുടെ എഫ് സി മൊബൈലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ പ്ലേയേഴ്സിന്റെ കാർഡ്സിനൊക്കെ അവർ കുറച്ച് ഓവർ പവർഡ് ആയിട്ടാണ് സ്റ്റാർട്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ തന്നെ മനസ്സിലാവും ഗൈസ്. 118 പേസ് ഒക്കെയാണ് 100 OVR ഉള്ള ഒരു കാർഡിന് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷൂട്ടിങ് എല്ലാം പൊളിയാണ്. ഓക്കെ 114 ഇൻകം കൂടെ കാർഡൊന്നും എടുത്തു നോക്കാം ജസ്റ്റ്. എന്റെ മോനെ ഗൈസ് 139 പേസോ? വാട്ട്, ഇത് പേസ് തന്നെയാണ് ഗൈസ്? അതെനിക്ക് തെറ്റിപ്പോയതാണോ? എനിവേ കില്ലാടി സ്റ്റാർസ് ആണ് അവർ 114 ഒരു പ്ലെയറിന് കൊടുത്തിട്ടുള്ളത്. ഗൈസ് ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനിയും കിട്ടുന്ന പ്ലേയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ സ്റ്റാർസ് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഗൈസ് അപ്പോൾ അടുത്തത് ഒരു സ്കിൽ ട്രെയിനിങ് ആണ്. ഞാൻ പ്ലേ കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇതൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമ്മുടെ സ്കോഡൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ. ഓക്കെ നമ്മുടെ സ്കിൽ ട്രെയിനിങ് വന്നിട്ടുണ്ട്. ഓക്കെ ജോയ്സ്റ്റിക്കിന്റെ ലേണിംഗ് ആണ്. ഇതൊക്കെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി എടുക്കാം. ഗൈസ് ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഇതൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ് അങ്ങനെ എല്ലാ സ്കിൽ ട്രെയിനിങ്സും ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ലീക്കാങ്ങിന്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ വാക്കൗട്ട് ഒന്നും ഇല്ല ഗൈസ്. ചെക്കൻ്റെ സ്റ്റാർസ് നോക്കാം. 160 പേസോ ഗൈസ്, വിത്തൗട്ട് ട്രെയിനിങ് ഗൈസ്. 160 പേസ്. അപ്പോൾ ട്രെയിൻ ചെയ്യിപ്പിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ 153 ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. 156 പാസിംഗ് ആണെന്ന് തോന്നുന്നു. പിന്നെ 160 ഡ്രിബിളിംഗ് ഉണ്ട് ഗൈസ്. എൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വരാൻ ചാൻസ്. എന്തായാലും നമുക്ക് നോക്കാം അവസാനം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ പിന്നെ ഹോം പേജിലൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല. ഓക്കെ ഇത് നമ്മുടെ ഡെയിലി ലോഗിൻ റിവാർഡ് സെക്ഷൻ ആണ് തോന്നുന്നു. ഓക്കെ ഫസ്റ്റ് ഡേത്തെ റിവാർഡ് നമുക്ക് ക്ലെയിം ചെയ്യാം. എന്തായാലും പ്ലേയേഴ്സ് തന്നെയാണ് തോന്നുന്നു കണ്ടിട്ട്. യെസ് ഗൈസ് പ്ലേയേഴ്സ് തന്നെയാണ്. ഓക്കെ സൗത്ത് കൊറിയൻ നാഷണൽ ടീമിലെ മൊത്തം പ്ലേയേഴ്സിന്റെ കാർഡ്സും കിട്ടിയിട്ടുണ്ട്. ഗൈസ് വെയിറ്റ്, ഇതിൽ സണ്ണിന്റെ കാർഡ് കാണുന്നില്ല. ഞാൻ കുറെ നോക്കുന്നുണ്ട്, ബട്ട് എവിടെയും കാണുന്നില്ല. ഗൈസ് എല്ലാ പ്ലേയേഴ്സും ഒരുപോലെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ഗൈസ് വേർ ഈസ് ക്യാപ്റ്റൻസ് കാർഡ്? എവിടെ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തായാലും സണ്ണിന്റെ കാർഡ് അതിൽ കാണുന്നില്ല ഗൈസ്. ഓക്കെ എന്തോ ക്ലൈം ചെയ്യാൻ വന്നിട്ടുണ്ട്. ക്ലൈം ചെയ്തെടുക്കാം. ഓക്കെ കോയിൻസും പിന്നെ എന്തോ സംഭവം കിട്ടിയിട്ടുണ്ട്. ഓക്കെ അടുത്തത് ക്വസ്റ്റ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും അവർ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കാൻ അറിയില്ല. ഇതെന്താ ഗൈസ്? ഓക്കെ ഒരു പാക്കാണ് തോന്നുന്നു. ഇത് കോയിൻസ് കൊടുത്തിട്ടുള്ള എന്തോ പാക്കാണ്. ഓക്കെ എനിക്ക് തോന്നുന്നു ലൈനപ്പിൻ്റെ എന്തോ സ്ലോട്ടാണ് സംഭവം. ലൈനപ്പ് സ്ലോട്ടിൻ്റെ എന്തോ ആണ്. ഓക്കെ പിന്നെയും ഡെയിലി ക്വസ്റ്റിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അടുത്തെന്താ? ഓക്കെ ഗൈസ് അടുത്തതും അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇത് നമ്മുടെ ക്രസ്റ്റ് സെലക്ട് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ നമുക്ക് നാഷണൽ ടീമിൽ ഏതെങ്കിലും ടീം കൊടുക്കാം. ഇതിന് സൗത്ത് കൊറിയൻ നാഷണൽ ടീം ഉണ്ടോ നോക്കാം. താഴോട്ടുണ്ടോ? ഇല്ല തോന്നുന്നു ഗൈസ്. എന്തായാലും വെയിൽസ് കൊടുത്താലോ? വേണ്ട ഗൈസ് വേണ്ട. നമുക്ക് എന്താ ഗൈസ് വേറെ ക്ലബ്ബ് വേറെ നാഷൻ. നമുക്ക് എന്തായാലും നമ്മുടെ സ്വന്തം ക്ലബ്ബായിട്ടുള്ള
കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്രസ്റ്റ് കൊടുക്കാം. പിന്നെ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ സൗത്ത് കൊറിയൻ VPN യൂസ് ചെയ്തിട്ടാണ് ഇത് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലാഗൊക്കെ ഉണ്ടാവും. എവിടെടാ എവിടെ ISL എവിടെ CSL അല്ല ISL. ഓക്കെ ISL കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഡണ്ണാണ്. ഓക്കെ അടുത്തത് എന്തായാലും FC മൊബൈലിലെ പോലെ തന്നെ യൂസർ നെയിം കൊടുക്കുന്ന ഓപ്ഷനാണ്. ഞാൻ തന്നെ മല്ലു ഫിഫ ബോയ് വൈറ്റി തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഗൈസ് അത് പറഞ്ഞപ്പോൾ കാര്യം ഓർമ്മ, നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോസ് ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡൺ കൊടുക്കാം. ഓക്കെ അഗൈൻ ഹോം പേജിൽ തന്നെ വന്നിട്ടുണ്ട്. കുറെ ആഡ്സ് ഒക്കെ കാണുന്നുണ്ട്, അതൊക്കെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. 1K ആണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. ഗൈസ് ഫൈനലി നമ്മൾ അങ്ങനെ എല്ലാ ബേസിക് കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്കോഡിന്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഓക്കെ ഫസ്റ്റ് സ്കോഡാണ് നമ്മുടെ 63 OVR സ്കോഡാണിത്. ഓക്കെ ഓട്ടോ ബിൽഡ് എന്നുള്ള ഓപ്ഷനാണ് തോന്നുന്നു ഗൈസ് അത്. ഓക്കെ ഓട്ടോ ബില്ല് കൊടുത്തപ്പോൾ ഗൈസ് 129 OVR ആയിട്ടുണ്ട്. എന്റെ മോനെ ഗൈസ് ഇത് നമ്മുടെ ഫിഫ മൊബൈലിൽ അതേ വൈബ് കിട്ടുന്നുണ്ട് ഇവിടെ. പിന്നെ ഗൈസ് ഇവിടെ നോക്കുകയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. നമുക്ക് സബിൽ പ്ലേസിന് ഇടാം. ഓക്കെ ഇതൊക്കെ നമ്മുടെ ഫിഫ മൊബൈലിലെ സെയിം സംഭവങ്ങൾ തന്നെയാണ്. എല്ലാം അവർ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഫിഫ മൊബൈൽ തന്നെയാണ് ഇത്, ഒരു വ്യത്യാസവും ഇല്ല. നോ ഗൈസ് സബിൽ പ്ലേസിന് ഇട്ടതിന് ശേഷം നമ്മുടെ ടീം OVR കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ അഗൈൻ ഹോമിലായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഈ ആഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. എല്ലാം നമ്മുടെ ഗെയിമിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇവന്റ്സിന്റെ ആഡാ തോന്നുന്നു കണ്ടിട്ട് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മുടെ ഡെയിലി ക്വസ്റ്റിലൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഇവിടെ എന്താ സംഭവം അറിയില്ല. റിവാർഡ് കാണുന്നുണ്ട്. ഓക്കെ റിവാർഡ് ക്ലെയിം ചെയ്തതാണ് ഗൈസ്. ഓക്കെ ഗൈസ് 1-on-1 കരോഹാളിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ പിന്നെ റിവാർഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ കുറെ റിവാർഡ്സ് ഉണ്ട്, അതൊക്കെ ക്ലെയിം ചെയ്യാം. ഓക്കെ കോയിൻസും അതുപോലെ തന്നെ വേറെ എന്താ പോയിന്റ്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അടുത്ത വേറൊരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സ്കിൽ ട്രെയിനിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഒക്കെ കഴിഞ്ഞാൽ സണ്ണിന്റെ കാർഡ് കിട്ടുന്ന തോന്നുന്ന ഗൈസ് കണ്ടിട്ട്. ഓക്കെ ഞാൻ എന്തായാലും പ്ലേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പെട്ടെന്ന്. ഓക്കെ ഇത് പാസിംഗ് ആൻഡ് ഷൂട്ടിങ്ങിന്റെ സംഭവമാണ്. ഓക്കെ പിന്നെ ഈ ഗെയിമിന്റെ ബാഡ് പാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് പ്ലേയേഴ്സിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം പ്ലേയേഴ്സിന്റെ നെയിമൊക്കെ കൊറിയൻ ലാംഗ്വേജിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പരിചയമുള്ള പ്ലേയേഴ്സിനൊക്കെ ഫേസ് നോക്കിയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഗൈസ് അങ്ങനെ സ്കിൽ ഗെയിം ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിവാർഡ് എന്തോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് വിനീഷ്യസ്, സാക്ക, സല, മുഡ്രിക് കുറെ കാർഡ്സ് കാണുന്നുണ്ട്. കുറെ പ്ലേയേഴ്സിന്റെ ഫേസ് ഒന്നും അതിൽ വന്നിട്ടില്ല. ഓക്കെ ഗൈസ് നമുക്ക് അങ്ങനെ റിവാർഡായിട്ട് സണ്ണിന്റെ കാർഡ് കിട്ടാൻ പോവാണ്. ഗൈസ് ഇതിലെങ്കിലും ഞാൻ വാക്കൗട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ വാക്കൗട്ട് കിട്ടുമോ അറിയില്ല. എന്തായാലും ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ നോ ഗൈസ് വാക്കൗട്ട് ഒന്നും ഇല്ല. 1 മില്യൺ കോയിൻസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ട്രെയിനിങ്ങിന്റെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഓക്കെ സണ്ണിന്റെ കാർഡ് എടുത്ത് നോക്കാം. ഗൈസ് 124 പേസോ. ഗൈസ് എനിക്ക് തോന്നുന്നു ഇവന്മാർ സൗത്ത് കൊറിയൻ പ്ലേയേഴ്സിന് മാത്രമായിട്ട് കുറച്ച് ഓവർ പവർഡ് ആയിട്ട് സ്റ്റാർസ് കൊടുക്കുന്നുണ്ട്. എനിവേ കില്ലാട് സ്റ്റാർസ് ഉണ്ട് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത സ്റ്റാർസ് ആണ് അതൊക്കെ. ഓക്കെ നെക്സ്റ്റ് ഒരു മാച്ച് ആണ്. ഈ മാച്ച് കളിച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിമ്മിൻ ജാണിന്റെ കാർഡ് കിട്ടും. ഓക്കെ നമ്മുടെ ഫസ്റ്റ് മാച്ച് അഗൈൻസ്റ്റ് ടോട്ടൻഹാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ കൊറിയൻ FC മൊബൈലിലെ ആദ്യത്തെ മാച്ചിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതൊരു മാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം പ്ലേ മൊത്തമായിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റൂല. 8 മാച്ചൊക്കെ കളിച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ ലെറ്റ്സ് ഗോ. കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് സ്കിൽ മൂവ്സ് ഒന്നും ഞാൻ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സ്കിൽസ് ഒന്നും ഇടാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നല്ല ഡ്രിബിൾ ചെയ്ത് കൊണ്ടേക്ക് ഷൂട്ട് അടിക്കാം. ഓക്കെ നോ ഗൈസ് ഓ സെക്കൻഡ് ബോൾ അടിച്ച് ഗോൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് അങ്ങനെ FC മൊബൈൽ കൊറിയനിലെ ഫസ്റ്റ് ഗോൾ നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഓക്കെ ചെക്കൻ്റെ സെലിബ്രേഷൻ കാണാം. ഓ ഗൈസ് ഐഷോ സ്പീഡിന്റെ സെലിബ്രേഷൻ ഒക്കെയാണ് ചെക്കൻ ഇടുന്നത്. എന്തായാലും നൈസ് ആയിട്ടുണ്ട്. ഓക്കെ മാച്ച് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ ജയിക്കാൻ പറ്റുന്ന മാച്ചാണ് ഗൈസ്. ഓക്കെ പിന്നെ നമുക്ക് ബോൾ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇതിൽ ടാക്കിൾ ചെയ്യാൻ കുറച്ച് ഹാർഡാണ് തോന്നുന്നു. ഞാൻ കുറെ ശ്രമിക്കുന്നുണ്ട്, ബട്ട് ടാക്കിൾ മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഗൈസ് ഇതിൽ തൊട്ടാ ഫ്രീ കിക്കാ തോന്നുന്നു. അവന്മാർക്ക് ഫ്രീ കിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ പിന്നെയും ഫ്രീ കിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെങ്കിലും അടിച്ച് കയറ്റുമോ? ഓ നൈസ് ഫ്രീ കിക്ക് തന്നെ എടുത്തിട്ടുള്ളത്, ബട്ട് ഗോളാക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഗൈസ് നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യാം. ഗൈസ് ഇതൊക്കെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന മാച്ചാണ്. കാരണം അവന്മാർ നൂബിട ഡിഫിക്കൽറ്റിയാണ് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ നമുക്ക് നൈസായിട്ടൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ. നൈസായിട്ടൊരു കർവ് ഷോട്ട് അടിച്ചു. നോ ഗൈസ് അത് ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ പിന്നെ നമ്മുടെ അടുത്ത് ബോൾ കിട്ടിയിട്ടുണ്ട്. ബാക്ക് ഷൂട്ട്. ഓക്കെ ഡ്രോ ചെയ്ത് കൊടുക്കാൻ ജസ്റ്റ്. ഗൈസ് അങ്ങനെ ഗോൾ ആയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ മാച്ചിലെ സെക്കൻഡ് ഗോൾ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഗൈസ് ഫുള്ള് മാച്ച് നിങ്ങളെ കാണിച്ചാൽ ബോർ അടുപ്പിക്കുന്നില്ല. എല്ലാവർക്കും മാച്ച് ആയതുകൊണ്ട് തന്നെ ചടപ്പായിരിക്കും അറിയാം. എന്തായാലും ഞാൻ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ഗൈസ് അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഒരു ഗോൾ കൂടി അടിച്ച് നമ്മൾ 3 ഗോൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതിന്റെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ FC മൊബൈലിന്റെ സെയിം തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നും ഇതിലില്ല. ഓക്കെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. റിവാർഡ്സ് ഒന്നും കിട്ടുമോ നോക്കാം. ഓക്കെ ഒരു പാക്ക് കാണുന്നുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ് നേരത്തെ കിട്ടിയ പോലെ തന്നെ കുറച്ച് പ്ലേയേഴ്സിന്റെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ സണ്ണിന്റെ കാർഡ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കസമീറോ, റോഡ്രി, സല, റൂഡിഗർ ഒക്കെ ഉണ്ട്. എന്തായാലും ഈ കാർഡ്സ് ഒക്കെ നമുക്ക് സേവ് ചെയ്തേക്കാം. കുറച്ചായിട്ട് എക്സ്ചേഞ്ചിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു.
ഗൈസ് ശരിയാണ് ഈ സെക്ഷനിലെ ഫൈനൽ റിവാർഡ് ആയിട്ടുള്ള കിമ്മിൻ ചാണ്ടന്റെ കാർഡ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ ക്ലെയിം ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മൾ ആ സെക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത എന്താ അറിയില്ല. ഓക്കെ അതുപോലെ തന്നെ ഇവിടെയും കുറെ സ്കിൽ ഗെയിംസും മാച്ചസ് ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ കളിച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു ടൈപ്പ് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് വെച്ച് നമുക്ക് ഇവിടെ സ്പിൻ ചെയ്ത പ്ലേസിന് കിട്ടുന്നതാണ് തോന്നുന്നത്. ഗൈസ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഇത് കളിച്ച് കംപ്ലീറ്റ് ആക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് ഹോമിലേക്ക് തന്നെ പോവാം. ഗൈസ് ഞാൻ എന്തായാലും സബിലുള്ള പ്ലേസിനൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ ടീം OVR പിന്നെ കൂടിയിട്ടുണ്ട്. 130 OVR ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ ഗൈസ് നെക്സ്റ്റ് നമ്മൾ ഇതിൽ പോകാൻ പോകുന്നത് മാർക്കറ്റ് സെക്ഷനിലേക്കാണ്. ഇതിൽ ആഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ബാഡായിട്ട് തോന്നി എനിക്ക്. ഓക്കെ മാർക്കറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ് ഇത് കിടിലായിട്ടുണ്ട്. എന്തായാലും നല്ല ഹൈ റേറ്റഡ് OVR കാർഡ്സ് ആണ് ഇതിലുള്ളത്. നമ്മുടെ FC മൊബൈൽ പോലെയല്ല. ഇത് കറന്റ് എൻ്റെ ക്ലബിലുള്ള പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റാണ്. 89 പ്ലേയേഴ്സ് എൻ്റെ അടുത്ത് ഇപ്പോൾ ടോട്ടൽ ഉണ്ട്. ഗൈസ് എന്തായാലും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഇതിൽ ഏറ്റവും കൂടിയ റേറ്റിംഗ് ഉള്ള പ്ലെയർ ഏതാണെന്ന്. അതുപോലെ തന്നെ OVR ഹൈ റേറ്റഡ് എത്രയാണ് നോക്കാം ഇതിൽ പ്ലേയേഴ്സിൻ്റെ. സീൻ 140 ആണ് ഗൈസ് ഹൈ റേറ്റഡ് ആയിട്ടുള്ള കാർഡ്സിന് കൊടുത്തിട്ടുള്ള OVR. ഗൈസ് ഈ കാർഡ്സ് ഒക്കെ റാങ്ക് അപ്പ് ചെയ്താൽ ഇനിയും OVR കൂടും, അത് ഷുവർ ആണ്. എന്തായാലും ഈ കാർഡ്സ് ഒക്കെ വെച്ച് കളിപ്പിക്കാൻ നൈസ് ആയിരിക്കും. പിന്നെ ഗൈസ് ഇതിൽ കുറെ ന്യൂ ഇവന്റ്സും കാണുന്നുണ്ട്. നമ്മുടെ FC മൊബൈൽ ഇല്ലാത്ത കുറെ ഇവന്റ്സ് ഒക്കെ ഇതിലുണ്ട്. അതിന്റെ കുറെ കാർഡ്സ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ് ജസ്റ്റ് ഞാൻ ആർണയുടെ കാർഡ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. എന്റെ മോനെ ഗൈസ് ഈ സ്റ്റാറ്റ്സ് ഒക്കെ വെച്ച് നമ്മൾ FC മൊബൈൽ കളിപ്പിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും. ഗൈസ് വിത്തൗട്ട് ട്രെയിനിങ് ആണ് ഈ സ്റ്റാറ്റ്സ് ഒക്കെ. അപ്പോൾ മാക്സിമം ട്രെയിൻ ചെയ്യിപ്പിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും. പിന്നെ നമ്മുടെ FC മൊബൈൽ ഇല്ലാത്ത കുറെ ന്യൂ ഐക്കൺസിന്റെ കാർഡ്സ് ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. നമുക്ക് മെസ്സിന്റെ സ്റ്റാറ്റ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ എന്റെ മോനെ ഗൈസ് ഒന്നും പറയാനില്ല. അടുത്ത നമ്മുടെ അണ്ണന്റെ എടുത്ത് നോക്കാം. ഗൈസ് ഇതിൽ എല്ലാ കാർഡ്സും ഒന്നിനൊന്ന് ബെറ്റർ തന്നെയാണ്. എല്ലാം തീപ്പൊരി കാർഡ്സ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ FC മൊബൈൽ കൊറിയയിൽ എക്സ്പ്ലോർ ചെയ്യാണ്ട് നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിന്റെ പാർട്ട് 2 നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്തായാലും ഇതിന്റെ പാർട്ട് 2 ഞാൻ എന്തായാലും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യുക. ഓക്കെ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.